എപ്പോഴും എന്നെ അത്ഭുതപ്പെടുത്തുകയും വീണ്ടും വീണ്ടും നോക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന രണ്ട് ക്ലൈംബർ പ്ലാന്റുകളെ പരിചയപ്പെടുത്തട്ടെ. റെഡ് ജെയ്ഡ് വെയിനും ബൊഹീനിയ കോക്സിനിയയുമാണത്. രണ്ടും ചുവപ്പ് നിറത്തിൽ പൂക്കുന്നവയാണ്. പക്ഷെ രണ്ടിനും ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇതാണ് റെഡ് ജെയ്ഡ് വെയിൻ. ഫിലിപ്പൈൻസിലെ ഉഷ്ണമേഖലാ മഴക്കാടുകളിൽ നിന്നുള്ള ഈ അത്ഭുത ക്ലൈംബർ പൂക്കാൻ തുടങ്ങുമ്പോൾ കാണാൻ തന്നെ ഒരു പ്രത്യേക അനുഭവമാണ്. വള്ളിയിലാകെ തീപിടിച്ച പോലെയാണ് തോന്നുക. താഴേക്ക് തൂങ്ങി നിൽക്കുന്ന ഓരോ പൂങ്കുലയും കാറ്റിലാടുമ്പോൾ അത് ഒരു പൂച്ചെടിയേക്കാൾ ഒരു കലാസൃഷ്ടിയെ പോലെയാണ് തോന്നുക. നമ്മുടെ വീടിന്റെ ഫെൻസിങ്ങിലും ആർച്ചിലും പന്തലിലും ഒക്കെ റെഡ് ജെയ്ഡ് വെയിൻ പടർത്താം. പൂത്തു കഴിഞ്ഞാൽ ഇതുപോലെ ആരുടെയും മനം കവരും. അപൂർവമായ ഈ ചെടിയെ ആദ്യമായി നേരിൽ കണ്ട ദിവസം ഞാൻ ഇന്നും മറന്നിട്ടില്ല. ചിത്രങ്ങളിൽ കാണുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് മനോഹരമാണിത്. പക്ഷേ റെഡ് ജെയ്ഡ് വെയിൻ എന്നെ അത്ഭുതപ്പെടുത്തിയെങ്കിൽ ബൊഹീനിയ കോക്സിനിയ എന്നെ വിസ്മയിപ്പിച്ച ചെടിയാണ്. തെക്കൻ ചൈനയുടെയും വിയറ്റ്നാമിന്റെയും വനപ്രദേശങ്ങളിൽ നിന്നുള്ള ഈ ക്ലൈംബർ പ്ലാന്റ് പൂക്കുമ്പോൾ അതിന്റെ 3 നിറത്തിലുള്ള പൂക്കൾ ആരുടെയും ശ്രദ്ധയാകർഷിക്കും. ഇലകൾ പോലും കാണാത്ത രീതിയിൽ പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന ആ കാഴ്ച കണ്ടാൽ ആരും ഒന്ന് നിന്നു നോക്കും. പക്ഷെ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഭംഗി മാത്രമല്ലാട്ടോ. ഈ പൂക്കൾ വളരെ വേഗം കൊഴിഞ്ഞു പോകില്ല എന്നതാണ്. ശരിയായ സാഹചര്യത്തിൽ വിരിഞ്ഞ പൂക്കൾക്ക് 4 മുതൽ 6 മാസം വരെ വാടാതെ ചെടിയിൽ തന്നെ ഭംഗിയായി നിൽക്കാൻ കഴിയും. അത്രയും കാലം നിറം മങ്ങാതെ ഭംഗി നഷ്ടപ്പെടാതെയും നിൽക്കുന്നത് ശരിക്കും ഒരു അത്ഭുതമാണ്. പൂ വിരിയുമ്പോൾ മഞ്ഞ നിറത്തിലുള്ള പൂക്കൾ അടുത്ത ദിവസം ഓറഞ്ച് നിറമായി 3-ാം ദിവസം ചുവപ്പ് നിറത്തിലേക്കെത്തും. അതായത് പൂത്തു കഴിഞ്ഞാൽ ഒരു ചെടി തീപിടിച്ചതുപോലെ തോന്നും. പ്രകൃതിക്ക് ഇത്രയും വ്യത്യസ്തമായ സൗന്ദര്യങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്നത് ഓരോ തവണയും ഇവയെ കാണുമ്പോൾ എനിക്ക് തോന്നാറുണ്ട്. റെഡ് ജെയ്ഡ് വെയിൻ ഒരു ഫാസ്റ്റ് ഗ്രോയിങ് പ്ലാന്റ് ആണെങ്കിൽ ബൊഹീനിയ കോക്സിനിയ അത്ര ഫാസ്റ്റ് അല്ലാട്ടോ. കുറച്ച് സ്ലോ ഗ്രോത്ത് ആണ്. മാത്രമല്ല ഈ രണ്ട് ചെടികളും കുറച്ച് കെയറിംഗ് വേണ്ട ചെടികളാണ്. വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലത്ത് ഒരു കാരണവശാലും നടരുത്. വേരുകൾ പെട്ടെന്ന് അഴികൾ വന്ന് ചെടി നശിക്കാൻ സാധ്യതയുണ്ട്. നല്ല സൂര്യപ്രകാശം കിട്ടുന്നിടത്ത് ചട്ടിയിലോ തറയിലോ നട്ടുകഴിഞ്ഞാൽ സീസണുകളിൽ ആരെയും അമ്പരപ്പിക്കുന്ന രീതിയിൽ പൂത്തുലയും. അപൂർവവും വ്യത്യസ്തവുമായ ക്ലൈംബർ പ്ലാന്റുകൾ ഇഷ്ടപ്പെടുന്ന ആളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഗാർഡനിൽ ഉണ്ടായിരിക്കേണ്ട 2 ചെടികളാണിത്. ഈ ചെടികളുടെ കൊറിയർ ചെയ്യാൻ പാകത്തിലുള്ള നല്ല ഹെൽത്തി പ്ലാന്റ്സ് ഇപ്പോൾ നമ്മുടെ സ്റ്റോക്കിലുണ്ട്. താല്പര്യമുള്ളവർ ഈ നമ്പറിൽ ഒന്ന് വാട്സ്ആപ്പ് ചെയ്താൽ മതി കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.